ഹായ് ഹലോ എല്ലാവർക്കും PSC ഓഡിയോ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് കേരള ഗവർണൻസ് എന്ന് പറയുന്ന ഭാഗത്തിലെ അഡ്വക്കേറ്റ് ജനറൽ, അതായത് കേരളത്തിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് ജനറൽ അറ്റോർണി ജനറലിന് സമാനമായി സംസ്ഥാനങ്ങളിലുള്ള ഉദ്യോഗസ്ഥരാണ് അഡ്വക്കേറ്റ് ജനറൽ. അറ്റോർണി ജനറലിന് സമാനമായി സംസ്ഥാനങ്ങളിലുള്ള ഉദ്യോഗസ്ഥനാരാണ്? അത് അഡ്വക്കേറ്റ് ജനറലാണ്. അറ്റോർണി ജനറലിന് സമാനമായി സംസ്ഥാനങ്ങളിലുള്ള ഉദ്യോഗസ്ഥനാണ് അഡ്വക്കേറ്റ് ജനറൽ. സംസ്ഥാന ഗവൺമെൻറ്റിന് നിയമോപദേശം നൽകുന്നത് അഡ്വക്കേറ്റ് ജനറലാണ്. സംസ്ഥാന ഗവൺമെൻറ്റിന് നിയമോപദേശം നൽകുന്ന ആരാണ്? അഡ്വക്കേറ്റ് ജനറലാണ്. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ഗവർണറാണ്. അഡ്വക്കേറ്റ് ജനറലിന് ഹൈക്കോടതി ജഡ്ജിയെ നിയമിക്കപ്പെടുവാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. അഡ്വക്കേറ്റ് ജനറലിന് എന്ത് ചെയ്യണം? ഹൈക്കോടതി ജഡ്ജിയെ നിയമിക്കപ്പെടുവാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 165 എന്നറിയപ്പെടുന്നത്. അപ്പം ഇത്രയും പോയിന്റ് ഒന്നുകൂടെ പറയാം. അറ്റോർണി ജനറലിന് സമാനമായി സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥരാണ് അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിന് നിയമോപദേശം നൽകുന്നത് അഡ്വക്കേറ്റ് ജനറലാണ്. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ഗവർണറാണ്. അഡ്വക്കേറ്റ് ജനറലിന് ഹൈക്കോടതി ജഡ്ജിയായി നിയമിക്കപ്പെടാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. ഏത് ജഡ്ജിയായിട്ടാണ്? ഹൈക്കോടതി ജഡ്ജി. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പാണ് 165 എന്നറിയപ്പെടുന്നത്. അപ്പം അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? 165. മന്ത്രിമാരുടെയും അഡ്വക്കേറ്റ് ജനറലിൻ്റെയും അവകാശങ്ങളുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ് അനുച്ഛേദം 177 എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. മന്ത്രിമാരുടെയും അഡ്വക്കേറ്റ് ജനറലിൻ്റെയും അവകാശങ്ങളുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ് അനുച്ഛേദം 177 എന്നറിയപ്പെടുന്നത്. അപ്പം മന്ത്രിമാരുടെയും അഡ്വക്കേറ്റ് ജനറലിൻ്റെയും അവകാശങ്ങളുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ് അനുച്ഛേദം 177. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 165. മന്ത്രിമാരുടെയും അഡ്വക്കേറ്റ് ജനറലിൻ്റെയും അവകാശങ്ങളുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 177. സംസ്ഥാനത്തെ ഏത് കോടതിയിലും ഹാജരാക്കാൻ അദ്ദേഹത്തിന് പൂർണ്ണ അവകാശമുണ്ട്. സംസ്ഥാനത്തെ ഏത് കോടതിയിലും എന്ത് ചെയ്യാനുള്ള അവകാശം? ഹാജരാക്കാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അതുപോലെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമന യോഗ്യത നോക്കാം. അദ്ദേഹം ഇന്ത്യൻ പൗരനായിരിക്കണം, അല്ലേ? അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം. ഹൈക്കോടതി ജഡ്ജിയെ നിയമിക്കപ്പെടാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. അദ്ദേഹം ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം. ഹൈക്കോടതി ജഡ്ജിയായിട്ട് നിയമിക്കപ്പെടാനുള്ളൊരു യോഗ്യത ഉണ്ടായിരിക്കണം. നിയമപരമായ കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന് ഉപദേശം നൽകുന്നത് അഡ്വക്കേറ്റ് ജനറലിൻ്റെ കടമയാണ്. നിയമപരമായ കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന് എന്ത് ഉപദേശം നൽകേണ്ടത്? അഡ്വക്കേറ്റ് ജനറലിൻ്റെ കടമയാണ്. ഇന്ത്യയിൽ അഡ്വക്കേറ്റ് ജനറൽ കാലാവധി ഭരണഘടനയിൽ നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ ഇന്ത്യയിൽ അഡ്വക്കേറ്റ് ജനറലിൻ്റെ കാലാവധി എന്ത് ചെയ്തിട്ടില്ല? ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടില്ല. ഇന്ത്യയിൽ അഡ്വക്കേറ്റ് ജനറലിൻ്റെ കാലാവധി എന്ത് ചെയ്തിട്ടില്ല? ഭരണഘടനയിൽ നിശ്ചയിച്ചിട്ടില്ല. അഡ്വക്കേറ്റ് ജനറലിന് ഗവർണർക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം ഉദ്യോഗത്തിൽ തുടരാവുന്നതാണ് എന്ന് അനുശാസിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 165(3) എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഒരു സംസ്ഥാനത്തെ ഗവർണർക്ക് ഇഷ്ടമുള്ള കാലത്തോളം ഉദ്യോഗത്തിൽ തുടരാവുന്നതാണെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 165(3) എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഗവർണർക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം പദവിയിൽ തുടരാമെന്ന് പറയുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 165(3) എന്ന് പറയുന്നത്. 165(3). അടുത്ത് നോക്കാം. കേരളത്തിലെ ക്യാബിനറ്റ് പദവി ലഭിച്ച ആദ്യ അഡ്വക്കേറ്റ് ജനറലാണ് CP സുധാകര പ്രസാദ് എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ക്യാബിനറ്റ് പദവി ലഭിച്ച ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറലാണ് ആരാണെന്നറിയപ്പെടുന്നത്? CP സുധാകര പ്രസാദ്. ആരാണ്? CP സുധാകര പ്രസാദ്. അടുത്ത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമ്മളിപ്പോൾ അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പഠിച്ചു. ഇനി കേരളത്തിലുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമായ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അപ്പോൾ ആരൊക്കെയാണ്? പഞ്ചായത്ത്, നമ്മുടെ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ആർട്ടിക്കിൾ 243K, 243ZA എന്നിവയാണ്. അപ്പോൾ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇതൊക്കെയാണ്. ആർട്ടിക്കിൾ 243K, 243ZA എന്നിവയാണ്. അപ്പോൾ 243Kയും 243ZAയും എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. 243K ആൻഡ് 243ZA. 243K, 243ZA. പഞ്ചായത്തിലേക്കുള്ള സമ്മതിദായക പട്ടിക തയ്യാറാക്കുക. അപ്പോൾ പഞ്ചായത്തിലേക്കുള്ള സമ്മതിദായക പട്ടിക തയ്യാറാക്കുക. തിരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ട നിയന്ത്രണ ചുമതലകൾ വഹിക്കുക തുടങ്ങിയ സംസ്ഥാന ഗവർണർ നിയമിക്കപ്പെടുന്ന സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ തലവനായ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നിക്ഷിപ്തമാണ് എന്ന് പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് 243K(1) എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? പഞ്ചായത്തിലേക്കുള്ള സമ്മതിദായക പട്ടിക തയ്യാറാക്കുക, അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ട നിയന്ത്രണ ചുമതല വഹിക്കുക തുടങ്ങിയവ സംസ്ഥാന ഗവർണർ നിയമിക്കുന്ന
നിയമിക്കുന്ന അല്ലെങ്കിൽ നിയമിക്കപ്പെടുന്ന സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ തലവനായ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നിക്ഷിപ്തമാണെന്ന് പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 243 എന്ന് പറയുന്നത്. 243 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തുന്ന തെരഞ്ഞെടുപ്പിൽ മേൽനോട്ടം, നേതൃത്വം, നിയന്ത്രണം എന്നിവയും വോട്ടർ പട്ടിക തയ്യാറാക്കലുമാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ പ്രധാന ചുമതലകൾ. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തുന്ന തെരഞ്ഞെടുപ്പിൽ മേൽനോട്ടം, നേതൃത്വം നൽകലും നേതൃത്വം, നിയന്ത്രണം എന്നിവയും വോട്ടർ പട്ടിക തയ്യാറാക്കലുമാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ പ്രധാന ചുമതലകൾ. എന്തൊക്കെയാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തുന്ന തെരഞ്ഞെടുപ്പും തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം നടത്തുക, നേതൃത്വം നൽകുക, നിയന്ത്രണം എന്നിവയും വോട്ടർ പട്ടിക തയ്യാറാക്കലുമാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ പ്രധാന ചുമതലകൾ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്ന ആരാണ്? ഗവർണറാണ് അല്ലേ? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. അടുത്ത ഇംപീച്ച്മെൻറ്റ് വഴിയാണ് ഇത് നീക്കം ചെയ്യുന്നത്. രാഷ്ട്രപതി എങ്ങനെയാണ് നീക്കം ചെയ്യുന്നത്? ഇംപീച്ച്മെൻറ്റ് വഴിയാണ്. ഹൈക്കോടതി ജഡ്ജിയെ നീക്കുന്ന അതേ നടപടിക്രമമാണ്. നിയമിക്കുന്നത് ഗവർണറാണ്, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജി സമർപ്പിക്കുന്ന ആർക്കാണ്? ഗവർണർക്കാണ് അല്ലേ? രാജി സമർപ്പിക്കുന്ന ഗവർണർക്കാണ്. അതുപോലെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. എത്രയാണ് കാലാവധി? 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. മറന്നുപോലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കാലാവധി എത്രയെന്ന് വെച്ചാൽ എത്രയാണ്? 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3-നാണ്. അപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1993 ഡിസംബർ 3-നാണ് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. 1993 ഡിസംബർ 3-ന് അനുച്ഛേദം 243 പ്രകാരം കേട്ടോ. കാലാവധി എത്രയാണ്? 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് MSK രാമസ്വാമി എന്നറിയപ്പെടുന്നത്. MSK രാമസ്വാമി 1993-96 കാലഘട്ടത്തിൽ കേരളത്തിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് MSK രാമസ്വാമിയാണ്. രണ്ടാമത് MS ജോസഫാണ്. രണ്ടാമത് ആരായിരുന്നു? MS ജോസഫ്. ചീഫ് ഇലക്ഷൻ ഓഫീസർ നോക്കാം. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ തലവൻ എന്നറിയപ്പെടുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് കേട്ടോ. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ തലവൻ എന്നറിയപ്പെടുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസറാണ്. 1950 റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിലെ 13A വകുപ്പ് പ്രകാരമാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത്. 13A പ്രകാരം ചീഫ് ഇലക്ടറൽ ഓഫീസർ ഒരു സ്റ്റാറ്റ്യൂട്ടറി പോസ്റ്റാണ്. എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി പോസ്റ്റാണ്. ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്ന ആരാണ്? തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ചോദിക്കും പ്രധാനമന്ത്രിയാണോ എന്ന് ചോദിക്കും, പ്രസിഡന്റ് ആണോ എന്ന് ചോദിക്കും, എല്ലാവരാണ്? അത് നമ്മുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം ആരായതിനു ശേഷം മാത്രമേ അദ്ദേഹത്തെ നിയമിക്കുകയുള്ളൂ. നിലവിൽ കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത് സഞ്ജയ് കൗളാണ്. ആരാണ്? സഞ്ജയ് കൗൾ. നിലവിലെ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാനാണ്. 7ാമത്തെ വ്യക്തിയാണ്. എത്രാമത്തെ വ്യക്തിയാണ്? 7ാമത്തെ വ്യക്തി. ഓക്കെ. അപ്പോൾ നമ്മൾ പഠിച്ചത് ഇപ്പോൾ കേരളത്തിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. കാലാവധി 5 വർഷം 65 വയസ്സ്. നിലവിൽ വന്നത് 93 ഡിസംബർ 3-ന്. അപ്പം ആദ്യത്തേത് MSK രാമസ്വാമി, രണ്ടാമത്തേത് MS ജോസഫ്, പിന്നെ ആരാണ്? ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്ന ആരെന്നൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് സംസ്ഥാന ഗവർണേഴ്സിൽ, അതായത് കേരള സംസ്ഥാന ഗവർണേഴ്സിൽ വരുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമായ കേരള സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. പബ്ലിക് സർവീസ് കമ്മീഷൻ സംസ്ഥാന സർവീസിലേക്കുള്ള ജീവനക്കാരെ നിയമിക്കുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അതെല്ലാവർക്കും അറിയാലോ, നമ്മൾ പഠിക്കുന്നത് തന്നെ അതിനു വേണ്ടിയാണ്. സംസ്ഥാന സർവീസിലേക്കുള്ള ജീവനക്കാരെ നിയമിക്കുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ്. സംസ്ഥാന PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്ന ആരാണ്? ഗവർണറാണ്. സംസ്ഥാന PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന PSCയുടെ അംഗസംഖ്യ നിശ്ചയിക്കുന്നത് ഗവർണറാണ്. അപ്പോൾ അംഗസംഖ്യ നിശ്ചയിക്കുന്ന ആരാണ്? ഗവർണറാണ്. സംസ്ഥാന PSCയുടെ ചെയർമാനെ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് പക്ഷേ ആരാണ്? പ്രസിഡൻ്റാണ്. അപ്പം നീക്കം ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. സംസ്ഥാന സർവീസിലേക്കുള്ള ജീവനക്കാരെ നിയമിക്കുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ്. സംസ്ഥാന PSC ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന PSCയുടെ അംഗസംഖ്യ നിശ്ചയിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന PSC ചെയർമാനെയും അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് പക്ഷേ ആരാണ്? പ്രസിഡൻ്റാണ്. സംസ്ഥാന PSC ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് നൽകുന്നത് ഗവർണർക്കാണ്. രാജിക്കത്ത് നൽകുന്ന ആർക്കാണ്? ഗവർണർക്കാണ്. അടുത്ത സംസ്ഥാന PSC അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ്. എത്രയാണ്? 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്. 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്. സംസ്ഥാന PSC അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്. PSC അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ്. PSC അംഗങ്ങളുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്. ഇലക്ഷൻ കമ്മീഷൻ്റെയോ 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെങ്കിൽ. PSC കമ്മീഷൻ്റെ 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് 1936-ലാണ്. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് 1936-ലാണ്.
തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് 1937 കൊച്ചിൻ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായ 47 കൊച്ചിൻ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമെന്നാണ് 47 നിലവിലെ കേരള PSC ചെയർമാനാണ് ആരാണ്? MR ബൈജു. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി മാറിയ വർഷം 1956 അപ്പം തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്തായി മാറി? കേരള പബ്ലിക് സർവീസ് കമ്മീഷനായിട്ട് മാറിയത് 1956 തിരുവിതാംകൂർ PSCയുടെ ആദ്യ ചെയർമാനാണ് JD നോക്സ് എന്നറിയപ്പെടുന്നത്. തിരുവിതാംകൂർ PSCയുടെ ആദ്യ ചെയർമാനാണ് JD നോക്സ്. തിരുവിതാംകൂർ PSCയുടെ ആദ്യ ചെയർമാനാണ് JD നോക്സ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാനാണ് VK വേലായുധൻ 56 മുതൽ 62 വരെ. അപ്പോൾ ആദ്യം കേരള PSCയുടെ ആദ്യ ചെയർമാനായിരുന്നു വെച്ചാൽ ആരാണ്? VK വേലായുധനാണ്. VK വേലായുധൻ. രണ്ടാമത് മാരിയാർ പൂതമാണ്. രണ്ടാമത്തേത് V മാരിയാർ പൂതമാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരമാണ്. എവിടെയാണ്? പട്ടം തിരുവനന്തപുരമാണ്. തുളസി ഭവൻ പട്ടം തിരുവനന്തപുരം. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന ഗവർണർക്കാണ്. എവിടെയാണ്? സംസ്ഥാന ഗവർണർക്കാണ്. സംസ്ഥാന മന്ത്രിസഭയ്ക്കല്ല, സംസ്ഥാന ഗവർണർക്കാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന ഗവർണർക്കാണ്. ആർട്ടിക്കിൾ 323(2) പ്രകാരം. ആർട്ടിക്കിൾ 323(2) പ്രകാരം ആർക്കാണ് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? ഗവർണർക്കാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും കാലാവധിയെക്കുറിച്ച് പരാമർശിക്കുന്ന അനുച്ഛേദം 316(2). സംസ്ഥാന PSC കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി. സംസ്ഥാന PSC കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധിയും അതുപോലെ തന്നെ ചെയർമാൻ്റെ കാലാവധി അംഗങ്ങളുടെ കാലാവധിയും പ്രതിപാദിക്കുന്നത് 316(2)ലാണ്. 316(2). സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധിയെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് അനുച്ഛേദം 316(2). സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം, സ്റ്റാഫിൻ്റെ എണ്ണം, സേവന വ്യവസ്ഥകൾ എന്നിവ തീരുമാനിക്കാനുള്ള അധികാരം ഗവർണർക്കാണ്. അപ്പോൾ എത്രയാണ്? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം, സ്റ്റാഫിൻ്റെ എണ്ണം, സേവന വ്യവസ്ഥകൾ എന്നിവ തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാണ്? അത് ഗവർണർക്കാണ്. 318 പ്രകാരം. അങ്ങനെയാണ് സംസ്ഥാന PSC കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം, സ്റ്റാഫിൻ്റെ എണ്ണം, അതുപോലെ തന്നെ സേവന വ്യവസ്ഥകൾ എന്നിവ തീരുമാനിക്കാനുള്ള അവകാശം ഗവർണർക്കാണ്. 318 പ്രകാരം. കമ്മീഷൻ ചെയർമാനെ അംഗങ്ങളുടെയും കാലാവധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം അല്ലെങ്കിൽ പരാമർശിക്കുന്ന അനുച്ഛേദം എത്രയാണ്? 316(2) അല്ലേ? കാലാവധി 316(2). അപ്പോൾ അടുത്ത് റിപ്പോർട്ട് സമർപ്പിക്കുന്ന 323(2) പ്രകാരമാണ് റിപ്പോർട്ട്. അടുത്ത അധികാരങ്ങൾ നോക്കാം. സംസ്ഥാന സർവീസിലെ നിയമനങ്ങളിലേക്കായി പരീക്ഷകൾ നടത്തുന്നു. സിവിൽ സർവീസ് നിയമനങ്ങൾ, മറ്റ് തസ്തികകളിലെ നിയമനങ്ങൾ, പ്രമോഷനുകൾ, ട്രാൻസ്ഫറുകൾ ഇത്തരം വിഷയങ്ങൾക്കുള്ള അധികാരങ്ങൾ. അതായത് സിവിൽ സർവീസ് നിയമനങ്ങൾ, മറ്റ് തസ്തികകളിലേക്കുള്ള നിയമനങ്ങൾ, പ്രമോഷനുകൾ, ട്രാൻസ്ഫറുകൾ ഇത്തരം വിഷയങ്ങൾക്കുള്ള അധികാരങ്ങൾ. പിന്നെന്താണ്? ഗവൺമെൻറ്റിന് കീഴിൽ സേവനമനുഷ്ഠിക്കുമ്പോൾ പരിക്കേൽക്കപ്പെട്ട ഏതെങ്കിലും വ്യക്തിക്ക് അതുമായി ബന്ധപ്പെട്ട ആവശ്യപ്പെട്ട നഷ്ടപരിഹാര തുകയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കുക. നഷ്ടപരിഹാരത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കുക. സംസ്ഥാന സേവനങ്ങളുമായി ബന്ധപ്പെട്ട അധിക ചുമതലകൾ സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്ക് PSC നൽകാവുന്നതാണ്. അതായത് സംസ്ഥാനത്തിൻ്റെ സേവനങ്ങളുമായി ബന്ധപ്പെട്ട അധിക ചുമതലകൾ സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്ക് PSCക്ക് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ സംസ്ഥാന PSCയുടെ അധികാരപരിധി സംസ്ഥാന നിയമസഭ വഴി ഉണ്ടാക്കിയ ഒരു നിയമം വഴി വിപുലീകരിക്കാൻ കഴിയും. അതായത് സംസ്ഥാന PSCയുടെ ഒരു അധികാരപരിധി എന്ന് പറയുന്നത് സംസ്ഥാന നിയമസഭ എന്ത് ചെയ്തു? നിയമം വഴി ഉണ്ടാക്കിയ ഒരു നിയമം വഴി എന്ത് ചെയ്യാൻ പറ്റും? വിപുലീകരിക്കാൻ കഴിയും. പിന്നെ ചില പരിമിതികളുണ്ട്. എന്താണ്? സംസ്ഥാന PSCയുടെ അധികാരപരിധിക്ക് പുറത്തുള്ള ചില വിഷയങ്ങൾ നോക്കാം. ഇതൊക്കെയാണ്. പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള പൗരന്മാർക്ക് അനുകൂലമായ നിയമനങ്ങളോ തസ്തികകളോ സംവരണം ചെയ്യുമ്പോൾ സംസ്ഥാന PSCയുമായി കൂടിയാലോചിക്കാറില്ല. അതായത് പിന്നോക്ക വിഭാഗത്തിലുള്ള പൗരന്മാർക്ക് അനുകൂലമായ നിയമനങ്ങളോ തസ്തികകളോ സംവരണം ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? സംസ്ഥാന PSCയുമായിട്ട് കൂടിയാലോചിക്കാറില്ല. തസ്തികകളിൽ നിയമിക്കുന്നതിനുള്ള പട്ടികജാതി പട്ടികവർഗ വർഗ്ഗങ്ങൾക്കുള്ള അവകാശവാദങ്ങൾ പരിഗണിക്കുമ്പോൾ സംസ്ഥാന PSCയോട് ആലോചിക്കാറുമില്ല. അതായത് തസ്തികകളിൽ നിയമിക്കുന്നതിനുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള അവകാശവാദങ്ങൾ പരിഗണിക്കുമ്പോൾ സംസ്ഥാന PSCയോട് എന്ത് ചെയ്യാൻ പറ്റില്ല? ആലോചിക്കത്തും ഇല്ല. അടുത്ത നമ്മളിനി പഠിക്കാൻ പോകുന്നത് കേരള ഗവർണൻസിൽ വരുന്ന മറ്റൊരു ഭരണഘടനാ സ്ഥാപനമായ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. അടുത്ത് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ധനകാര്യ കമ്മീഷനെക്കുറിച്ച് സംസ്ഥാന ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 243(i)യും 243(y)യുമാണ്. അപ്പം സംസ്ഥാന ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 243(i), 243(y). അപ്പോൾ എന്തൊക്കെയാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? എന്തൊക്കെയാണ്? 243(i), 243(y). സംസ്ഥാന ഗവർണറാണ് ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത്. സംസ്ഥാന ഗവർണർ ആരാണ് ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത്? പ്രഥമ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകൃതമായത് 1994 ഏപ്രിൽ 23-നാണ്. പ്രഥമ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകൃതമായതെന്നാണ് 1994 ഏപ്രിൽ 23-നാണ്. പ്രഥമ ധനകാര്യ കമ്മീഷൻ രൂപീകൃതമായത് 1994 ഏപ്രിൽ 23-നാണ്.
ഇപ്പോൾ 94 ഏപ്രിൽ 23 കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകൃതമായത്. 1994 ഏപ്രിൽ 23 കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ രൂപീകരണത്തിന് കാരണമായ നിയമങ്ങളാണ് കേരള പഞ്ചായത്ത് രാജ് നിയമം 1994 സെക്ഷൻ 186 എന്നറിയപ്പെടുന്നത്. അപ്പം കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ രൂപീകരണത്തിന് കാരണമായ നിയമനങ്ങളിൽ ഒന്ന് കേരള പഞ്ചായത്ത് രാജ് നിയമം 1994 സെക്ഷൻ 186. കേരള പഞ്ചായത്ത് രാജ് നിയമം 1994 സെക്ഷൻ 186. കേരള മുനിസിപ്പാലിറ്റി നിയമം 1994 സെക്ഷൻ 205. കേരള മുനിസിപ്പാലിറ്റി നിയമം 1994 സെക്ഷൻ 205 എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ രൂപീകരണത്തിന് കാരണമായ നിയമനങ്ങളാണ് കേരള പഞ്ചായത്ത് രാജ് നിയമം 1994 വകുപ്പ് 186 എന്നറിയപ്പെടുന്നത്. അപ്പോൾ കേരള പഞ്ചായത്ത് രാജ് നിയമം 1994 സെക്ഷൻ 186, കേരള മുനിസിപ്പാലിറ്റി നിയമം 1994 സെക്ഷൻ 205 എന്നിവ. അപ്പം പ്രഥമ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകൃതമായത് 94 ഏപ്രിൽ 23. കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ കാലാവധി 5 വർഷമാണ്. കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ കാലാവധി 5 വർഷമാണ്. നിലവിൽ കേരള ധനകാര്യ കമ്മീഷൻ അംഗങ്ങൾ 3 ചെയർമാൻ ഉൾപ്പെടെ എത്രയാണ്? 3 കേരളത്തിൽ നിലവിൽ 3 കാലാവധി എത്രയാണ്? 5 വർഷം. നിലവിൽ 3 അംഗങ്ങളാണ്. അംഗങ്ങളുടെ എണ്ണം ചെയർമാൻ ഉൾപ്പെടെ 3 കൂടാൻ പാടില്ലെന്ന് 1994 കേരള പഞ്ചായത്ത് രാജ് ആക്ട് സെക്ഷൻ 186(2) പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ്? അംഗങ്ങളുടെ എണ്ണം ചെയർമാൻ ഉൾപ്പെടെ 3 കൂടാൻ പാടില്ല. അംഗങ്ങളുടെ എണ്ണം ചെയർമാൻ ഉൾപ്പെടെ 3 കൂടാൻ പാടില്ല എന്ന് കേരള പഞ്ചായത്ത് രാജ് നിയമം അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് ആക്ട് സെക്ഷൻ 186(2) പറഞ്ഞിരിക്കുന്നു. ചുമതലകൾ സംസ്ഥാനത്തെ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ ധനസ്ഥിതി വിലയിരുത്തുന്നു. സംസ്ഥാനത്തെ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ ധനസ്ഥിതി വിലയിരുത്തുന്നു. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും പ്രാദേശിക ഗവൺമെൻറ്റുകൾക്കുമിടയിലെ വരുമാന വിതരണം പരിശോധിക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും പ്രാദേശിക ഗവൺമെൻറ്റുകൾക്കിടയിലുള്ള വരുമാന വിതരണം പുനഃപരിശോധിക്കുന്നു. അതുപോലെ തന്നെ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് നിലവിലെ MS വിജയാനന്ദാണ്. 6ാമത് മാറി കേട്ടോ, അദ്ദേഹം മാറി. ഇപ്പം നിലവിലെ ചെയർമാൻ MS വിജയാനന്ദ് എന്ന് കൊടുത്തേക്കുന്നത് അദ്ദേഹം മാറിയിട്ടുണ്ട്. അടുത്ത സംസ്ഥാന ധനകാര്യ കമ്മീഷനിലെ മറ്റ് അംഗങ്ങളാണ് രാജേഷ് കുമാർ IAS, ശാരദ G മുരളീധരൻ IAS എന്നിവരാണ്. ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് PM എബ്രഹാമാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ 1994 ഏപ്രിൽ 23 രൂപീകൃതമായ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ എന്ന് പറയുന്നത് PM എബ്രഹാമാണ് കേട്ടോ, PM എബ്രഹാം. രണ്ടാമത് പ്രഭാത് പട്നായിക്. പേര് ചോദിക്കും, താഴെ കൊടുത്തിരിക്കുന്ന ആരൊക്കെയാണെന്ന് ചോദിക്കും. അപ്പോൾ പഠിച്ചു വെക്കുക. PM എബ്രഹാം, പ്രഭാത് പട്നായിക്, KB രവീന്ദ്രൻ നായർ, മൂന്നാമത് KB രവീന്ദ്രൻ നായർ. അപ്പോൾ ഒന്നാമത് PM എബ്രഹാം, രണ്ടാമത് പ്രഭാത് പട്നായിക്, മൂന്നാമത് KB രവീന്ദ്രൻ നായർ, നാലാമത് പ്രൊഫസർ MA ഉമ്മൻ, അഞ്ചാമത് BA പ്രകാശ്, ആറാമത് MS വിജയാനന്ദ്. ഗ്രാമീണ മേഖലയിലെ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെയും നഗരങ്ങളിലെ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെയും ഇടയിലെ വരുമാന വിതരണത്തെ അവലോകനം ചെയ്യുന്നു. അപ്പോൾ ഗ്രാമീണ മേഖലയിലെ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെയും നഗരങ്ങളിലെ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെയും ഇടയിലെ വരുമാന വിതരണത്തെ അവലോകനം ചെയ്യുന്നു. അതുപോലെ തന്നെ ഗ്രാമീണ മേഖലയിൽ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് ഫണ്ട് അനുവദിക്കുന്നത് രാഷ്ട്രീയ വിഷയമല്ലെന്ന് ഉറപ്പുവരുത്തുന്നു. ഗ്രാമീണ മേഖലയിലെ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് ഫണ്ട് അനുവദിക്കുന്നത് ഒരു രാഷ്ട്രീയ വിഷയമല്ലെന്ന് ഉറപ്പ് വരുത്തുന്നു. അപ്പോൾ ഇത്രയാണ് കേരള സംസ്ഥാനത്തിൽ കേരള ഗവർണൻസിൽ വരുന്ന ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരൊറ്റ ക്ലാസ് കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ കാലാവധിയൊക്കെ വരുന്നത് മാത്രമാണ് നമുക്കുള്ളൂ ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ളൂ. അത് 2-3 പ്രാവശ്യം കേൾക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് ഓർമ്മ വരും. താങ്ക്